എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് കിരണും കല്യാണിയും ഒക്കെ നശിച്ചു പോണേന്ന് പ്രാർത്ഥിച്ചിട്ട് പ്രകാശം തേങ്ങ ഉടയ്ക്കുവാണ്. ഈ സമയം കിരണും കല്യാണിയും കൂടെ വീട്ടിലേക്ക് കാറി പോവാണ്. അങ്ങനെ പോണ സമയത്ത് കിരൺ പറഞ്ഞു, അയാള് ക്ഷേത്രത്തിലേക്ക് വന്നേ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാണെന്ന് വിചാരിച്ചോ? ഒരിക്കലും ഇല്ലെന്ന് പറയണ. ചതിയന്മാരെല്ലാരും കൂടെ കൂടിച്ചേർന്ന് എന്തൊക്കെയോ പ്ലാനുകൾ ഒപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് ആ പ്ലാനുകളൊക്കെ നടപ്പാകണേന്ന് ദൈവത്തോട് വിളിച്ച് അപേക്ഷിക്കാൻ വന്നിരിക്കാന്ന് പറയണ. കല്യാണി പറഞ്ഞു, അത് ശരിയാ, പക്ഷെ അതുകൊണ്ടൊന്നും ഒരു പ്രയോജനമല്ലേ കിരണേട്ടാ. കാരണം എന്താണെന്നറിയാവോ? അതെ, അയാൾ ദുഷ്ടനാണ്. അയാൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയൊന്നും ഒരിക്കലും ദൈവം കേൾക്കാനായിട്ട് പോകുന്നില്ല. മറ്റുള്ളവർക്ക് ദുഷ്ടത വരണമെന്നല്ല അയാൾ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും അതൊന്നും ദൈവം കേൾക്കില്ല എന്ന് പറയണം. അതുകൊണ്ട് ആ കാര്യത്തിൽ നമുക്ക് പേടി വേണ്ടെന്ന് പറയണം. എനിക്ക് പക്ഷെ കിരണേട്ടന്റെ കാര്യത്തിൽ നല്ല പേടിയുണ്ടെന്ന് പറയണം. എന്താ? അല്ല, ചിലപ്പം അയാൾ വെറുതെ ഇരിക്കില്ല. അയാൾ മാത്രമല്ല, ആ രാഹുൽ എന്ന് പറയുന്ന ദുഷ്ടപിശാശും എന്ത് ചെയ്യാൻ മടിക്കാത്തവരാന്ന് പറയണം. അതൊന്നും ഓർത്ത് മോള് വിഷമിക്കണ്ട. മോളുടെ താലിക്കേ ഇച്ചിരി ബലക്കൂടലുണ്ട്. അതുകൊണ്ട് പെട്ടെന്നൊന്നും അതും കൂടെ പൊട്ടാനൊന്നും പോകുന്നില്ലെന്ന് പറയണം. ഈ കിരണിന്റെ അടുത്തേക്ക് അവൻ വന്നിട്ടുണ്ടെങ്കിൽ അവനെ വെറുതെ വിടുമെന്ന് മോക്ക് തോന്നുന്നുണ്ടോന്ന് ചോദിക്കാം. അല്ല, എന്നാലും കിരണേട്ടാ ധൈര്യമായിട്ടിരിക്കുക, എന്തിനാ പേടിക്കണേ എന്നൊക്കെ പറയണം. ആ സമയം മനോഹർ ഒരു ഷൂളൊക്കെ കുത്തിക്കൊണ്ട് സോക്സ് ഒക്കെ ഇടുവാണ്. പുറത്തേക്ക് പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും സരയു അങ്ങോട്ടേക്ക് വന്നു. സരയു വന്നിട്ട് ചോദിച്ചു, മനുവേട്ടൻ പുറത്തേക്ക് പോവാണെന്ന് നിൽക്കും. അതേന്ന് പറയാണ്. മനുവേണ്ട, ഈ കീ വെച്ചോളാൻ പറയണേ. കീയോ? ഇതെന്തിന്റെ കീയാ? ഇത് ലോക്കറിന്റെ കീയാന്ന് പറയണേ. ലോക്കറിന്റെ കീയോ? അതെ മനുവേട്ടാ, സ്വർണ്ണം ഇരിപ്പുണ്ടല്ലോ ലോക്കറിനകത്ത്. ഇതേ മനുവേണ്ട ആവശ്യമുള്ളതെടുത്ത് വിറ്റോളാൻ പറയണം. വിറ്റിട്ട് അക്കൗണ്ടിൽ പണം ഇട്ടാൽ മതി എന്ന് പറയാ. ഒറ്റയടിക്ക് മൊത്തം വിൽക്കാൻ സാധിക്കില്ലോ. കുറേശ്ശെ കുറേശ്ശെ ഇപ്പോഴേ എടുത്ത് വിറ്റോ. ഇനി അധികം നാളെ നമ്മളിവിടെ കാണത്തില്ലോ. നമ്മൾ പിന്നെ അമേരിക്കയ്ക്ക് പോയില്ലെന്ന് ചോദിക്കും. മനോഹർ ലോട്ടറി അടിച്ച പോലെ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. അല്ല മോളൂ, ഇപ്പൊ ഞാൻ ഈ കീ കൊണ്ട് പോയ എന്താവാനാ? അല്ല, എന്റെ മനുവേട്ടന്റെ പേര് ജോയിന്റ് അക്കൗണ്ട് അല്ലേ, ബാങ്കിലേക്ക് വിളിച്ച് ഞാൻ കാര്യങ്ങൾ പറഞ്ഞോളാം, അതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയണം. അവര് പെർമിഷൻ തരൂന്ന് പറയാം. അവര് രക്ഷപ്പെട്ടു. എന്റെ മോളെ, ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. മനുവേട്ട എപ്പോഴാണേലും ഇതൊക്കെ ചെയ്യേണ്ടതല്ലേ? മനുവേട്ടനും കൂടെ അവകാശപ്പെട്ടല്ലേ? അതുകൊണ്ട് മനുവേട്ട എന്ന് കുറേശ്ശെ കൊണ്ട് വിറ്റോളാൻ പറയാണ്. കള്ളന്റെ കൈ താക്കോൽ ഏൽപ്പിച്ച ഒരു ഗതിയായി പോയി സരയുവിന് അറിയത്തില്ലല്ലോ മനോഹറിന്റെ കള്ളത്തരങ്ങളും കാര്യങ്ങളൊക്കെ. പെട്ടെന്ന് ചോദിച്ചു, അല്ല, ഇവിടെ ആരെങ്കിലും അറിഞ്ഞോ മോളിന്റെ അച്ഛനും അമ്മയും ആരെങ്കിലും അറിഞ്ഞോ? ആരും അറിഞ്ഞിട്ടില്ല. ഇനി അറിയിച്ചിട്ടും വലിയ കാര്യമുണ്ടെന്ന് തോന്നില്ല. പിന്നെ എന്റെ അച്ഛൻ എന്ന് പറയുന്ന അയാൾ ഇവിടെ ഇല്ല, എങ്ങോട്ടോ പോയേക്കുക. പിന്നെ അമ്മ, ശരിക്കും പറഞ്ഞാൽ അവരുടെ അമ്മയൊന്നും അല്ലോ. പിന്നെ ഞാൻ അവരോട് എന്തിനാ ഈ കാര്യങ്ങളൊക്കെ പറയണേ? ഞാൻ പറയാനൊന്നും പോയില്ലെന്ന് പറയണം. ഓക്കെ മോളൂ, അത് അതിന്റെ ശരിയെന്ന് പറയണം. അതാ ശരി, ഞാൻ ഇറങ്ങട്ടെ, ഇന്ന് ഇന്റർവ്യൂ ഒക്കെ ഉള്ള ദിവസമല്ലേന്ന് പറയണം. അങ്ങനെ രണ്ടുപേരും കൂടെ താഴേക്ക് വന്നു കഴിഞ്ഞപ്പോ ഷാരി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഷാരി ചോദിച്ചു, അല്ല എങ്ങോട്ടാ മോളെ പോണെന്ന് ചോദിക്കാം. അതെ, ഞാൻ മാത്രം പോകുന്നുള്ളൂ എന്ന് മനോഹർ പറയണം. അതെ, മനുവേട്ടൻ മാത്രമേ പോകുന്നുള്ളൂ, ഞാൻ പോണൊന്നുമില്ല. മനുവേട്ടനെ ഇന്ന് കുറെ ഇന്റർവ്യൂസ് ഒക്കെ നടത്താനുള്ളതെന്ന് പറയണം. അവിടെ ആൾക്കാരൊക്കെ വെയിറ്റിംഗാ. എന്നാ ശരി മനുവേട്ട, സംസാരിച്ചിരിക്കണ്ട, പോയിക്കൊള്ളാൻ പറയണം. അങ്ങനെ മനോഹറിനെ പുറത്തേക്ക് കൊണ്ട് യാത്രയാക്കി ടാറ്റയെ കൊടുത്ത് വിടുവാണ്. മനോഹർ സന്തോഷത്തോട് കൂടിയിട്ട് കാറെ കയറി പോവാണ്. അങ്ങനെ തിരിച്ചകത്തേക്ക് വന്നപ്പോൾ ഷാരി പറഞ്ഞു, മോൾ ഇത്ര അന്ധമായിട്ട് അവനെ സ്നേഹിക്കരുത്. മോൾ എന്തിനാ ഇത്രയ്ക്ക് അവനെ സ്നേഹിക്കണം എന്ന് ചോദിക്കാം. എന്താ, എന്റെ സ്നേഹം കണ്ടിട്ട് അമ്മയ്ക്ക് അങ്ങോട്ട് പിടിച്ചില്ലേ? അല്ല, അച്ഛനും അമ്മയും ഭയങ്കര സ്നേഹത്തിലായിരുന്നല്ലോ കുറെ കാലം മുമ്പ് വരെ. ഞാൻ എന്തെങ്കിലും എതിർത്ത് പറഞ്ഞിട്ടുണ്ടോ? ഇപ്പം അച്ഛന്റെ സ്നേഹം അമ്മയ്ക്ക് നഷ്ടപ്പെട്ട് കണ്ടപ്പോ എന്റെ മനുവേട്ടന്റെ സ്നേഹം കണ്ടിട്ട് അമ്മയ്ക്ക് സഹിക്കുന്നില്ല, അസൂയല്ലേന്ന് ചോദിക്കുക. എന്തൊക്കെയാ മോളെ നീ പറയണെന്ന് ചോദിക്കും. അതെ, അമ്മയ്ക്ക് അസൂയ തന്നെയാ. ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാട്ടോ, അസൂയൊക്കെയുടെ മനസ്സ് വെച്ചാൽ മതി. അച്ഛന് അമ്മേനെ സ്നേഹിക്കുന്നില്ലെന്ന് വെച്ചോണ്ട് എന്റെ മനുവേട്ടൻ എന്നെ സ്നേഹിക്കുന്ന എത്ര ആഴത്തിലാണെന്നറിയാവോ? അതൊക്കെ അമ്മയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലെന്ന് പറയണം. ഇത് കേട്ടതും ഷാരിക്ക് മനസ്സിലായി, ഇനി ഇപ്പൊ ഞാൻ ഒന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലെന്ന്. പിന്നീട് ഷാരിയോട് പറഞ്ഞത്, അച്ഛൻ സ്നേഹിക്കുന്നില്ലെന്ന് കരുതിയിട്ട് അമ്മ വല്ല കടുങ്കൈ ചെയ്യാൻ പോകുന്നും വേണ്ട കേട്ടോ, ചിലപ്പോ എല്ലാം ശരിയാവും എന്നൊക്കെ പറയണം. ഇത് കേട്ടപ്പോ ഷാരി പറഞ്ഞു, ഞാനതൊന്നും ചെയ്യാൻ പോകുന്നില്ല, പക്ഷെ നീ ചെയ്യാതിരുന്നാ മതി എന്ന് പറയണം. ഇത് കേട്ടപ്പം സരുവിന്റെ കാര്യം എന്താന്ന് മനസ്സിലായില്ല. ഷാരി അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. ദൈവമേ, ഇതെങ്ങനെ എവിടത്തെ ചെന്ന് ഇടിച്ചു നിൽക്കും എന്നുള്ള കാര്യം പോലും അറിയത്തില്ലാത്ത അവസ്ഥയിലാണല്ലോ കാര്യങ്ങളൊക്കെ നീക്കിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഓർത്തോണ്ട് ഷാരി മുറിയിലേക്ക് കയറി പോവാ. ഈ സമയത്ത് രാഹുല് മുരുകനെ കാത്തിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോഴത്തേനും ഗുണ്ടാമുരുകൻ അങ്ങോട്ടേക്ക് വരുവാണ്. വന്നു കഴിഞ്ഞപ്പോഴത്തേനും രാഹുൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തായി? അധികം വൈകാതെ തന്നെ നടക്ക് സാറേ, ആ കാര്യത്തിൽ സാറിന് ഒരു ടെൻഷൻ വേണ്ട. ഈ മുരുകൻ ഒരു കാര്യം ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് നടപ്പായി കഴിഞ്ഞിട്ടോ ഒരു വിശ്രമമുള്ളെന്ന് പറയണം. അത് ശരിയാ. പിന്നെ അറിയാലോ, എത്രയും പെട്ടെന്ന് ആ കിരണിന്റെ കാര്യം ഒന്ന് തീർക്കണം. അവനെ ഞാൻ തീർക്കണമെന്ന് കരുതിയിരുന്നല്ല, പക്ഷേങ്കിൽ അവന് അഹങ്കാരം കൂടുതലാണ്. അവനെ ആദ്യം തീർക്കുവാണെങ്കിൽ അവന്റെ ആ തന്തയും തള്ളയും കിടന്ന് കാറിക്കോളും. എന്റെ പെങ്ങളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവളെ പോലെ ഒരു ദുഷ്ട, എന്നെ ചതിക്കാൻ കൂട്ടുന്നവളാ. അപ്പൊ അവളെ ഞാൻ വെറുതെ വിടുവോ? ഒരിക്കലും ഞാൻ വെറുതെ വിടത്തില്ല. ഇന്നത്തോടു കൂടിയിട്ട് അവളുടെ കഥ ഞാൻ കഴിക്കൂന്നൊക്കെ പറയാണ്.
അവൾ അലമുറയിട്ട കരയുന്ന കരച്ചിൽ എനിക്ക് കാണണമെന്ന് പറയണ. അല്ല ഇപ്പൊ സാറ് വിളിച്ചെന്തിനാ? അത് പിന്നെ ഞാൻ വേറൊരു കൂട്ടം പറയാനായിട്ടാ. ഒരാളെയും കൂടെ നീ തീർക്കേണ്ടതുണ്ടെന്ന് പറയണ. അതാരേ സാറേ? പെട്ടെന്ന് മനോഹറിന്റെ ഫോട്ടോ ഫോണിനകത്ത് എടുത്ത് കാണിക്കുവാണ്. ഇവനെയാന്ന് പറയണ. അല്ല ഇതേതാ സാറേ? കണ്ടിട്ടില്ലോ എന്ന് പറയണം. ഇതെന്റെ അനന്തരവനാന്ന് പറ അല്ല ഇതെന്റെ മരുമോനാന്ന് പറയണ. മരുമോനോ? അതെ, എന്റെ മകളുടെ ഭർത്താവാ. അയ്യോ സാർ ഇത് എന്ത് പരിപാടിയാ സാറേ കാണിക്കുന്നത്? മകളുടെ ഭർത്താവിനെ ഇല്ലാതാക്കാനോ? മുരുക, ഇവനെ കുറിച്ച് നിനക്ക് അറിയത്തില്ലാഞ്ഞിട്ടാ. എവിടെയൊക്കെ പെൺകുട്ടികളുണ്ട് അവിടെ എല്ലാം പോയി ബന്ധം പിടിക്കുന്ന സ്വഭാവ. ഇവന് ഏതൊക്കെ രാജ്യത്തുണ്ടെന്ന് പോലും പറയാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നടക്കുന്നവനെ ഇവനെന്ന് പറയാണ്. എന്നിട്ടാണോ സാറിന്റെ മോള് ഇതിലേട്ടും രക്ഷിക്കാത്തെന്ന് ചോദിക്കാം. അല്ല ഇവനിപ്പോ എവിടെയുണ്ട്? എന്റെ വീട്ടിലുണ്ട്. സാറിന്റെ വീട്ടിലോ? എന്നിട്ട് സാർ ഇവനെ തീർത്തില്ലെന്ന് ചോദിക്കും. ഇത്രയും കാലമായിട്ടും അങ്ങനെ പെട്ടെന്ന് തീർക്കാൻ പറ്റില്ല മുരുക. കാരണം മറ്റൊന്നുമല്ല, ഇവന്റെ സ്വഭാവം ഇത്തിരി തരികയുടെ സ്വഭാവമാണ്. അതിനേക്കാൾ ഉപരി പെൺകുട്ടികളെ സ്നേഹിച്ചു വലയിലാക്കുന്ന കാര്യത്തിൽ വിദ്വാനവന്. ഇവൻ എന്റെ മോളോട് ഭയങ്കര സ്നേഹം അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ആരും പറഞ്ഞിട്ടുള്ള മോള് വിശ്വസിക്കാൻ പോകുന്നില്ല. ഇങ്ങനെയെങ്കിലും എന്നറിഞ്ഞാൽ അവളുടെ സമനില ഏറ്റും. അവളെ സമനില ഏറ്റാൽ ഞങ്ങൾക്ക് രക്ഷിച്ച് കിട്ടണം. അതിന് വേണ്ടിയിട്ടാ മുരുകന്റെ സഹായം തേടിയെന്ന് പറയാ. അവനെ അങ്ങോട്ട് തീർത്ത് കളഞ്ഞല്ലേ. ഇത്രയും നാളെ ഞങ്ങൾ തീർക്കണമെന്നൊന്നും വിചാരിച്ചില്ല. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല എന്നൊക്കെ പറയണം. ശരി സാറേ, അന്ന് നമുക്ക് കാണാം എന്നൊക്കെ പറയണം. ഈ സമയം മനോഹർ വന്ദനയോടൊപ്പം റെസ്റ്റോറൻറ്റ് ഇരിക്കുകയാണ്. പിന്നീട് പറഞ്ഞു കഴിക്കുന്നൊക്കെ പറയണം. ആ സമയം വരുണിങ്ങനെ മനോഹറിന്റെ മുഖത്തേക്ക് തന്നെ നോക്കുകയാണ്. ഇവൻ കുറെ പണം പൊടിക്കുന്നുണ്ട്, അങ്ങോട്ട് നന്നായിട്ട് പൊടിക്കട്ടെ. കയ്യിലിരിക്കുന്ന പണം മൊത്തം തീർന്ന് തെണ്ടി കുത്തുവാളെടുത്ത് നടക്കട്ടെ. അങ്ങനെ ഒരു ചിന്തയായിരുന്നു വരുണിന്റെ ഉള്ളിലുണ്ടായിരുന്നത്. അല്ല മോളും എന്താ കഴിക്കാത്തെ? എനിക്കിത് മതിയെന്ന് പറയാ. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അതെ വണ്ണം വെക്കൂന്ന് ഓർത്തിട്ടാണോ? തടി കുറയ്ക്കാനാ. പിന്നെ തടി കുറയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് ഈ സ്ലിം ബ്യൂട്ടികളൊന്നും അത്രയ്ക്ക് ഇഷ്ടമൊന്നുമില്ല. പെൺകുട്ടികളാണെങ്കിൽ ഇച്ചിരി വണ്ണമൊക്കെ വേണമെന്ന് പറയണ. ഇത് കേട്ട് കഴിഞ്ഞപ്പം വന്ദന വെറുതെ ഒന്ന് ചിരിച്ചു. പിന്നീട് പറഞ്ഞു, അല്ല മോളിന് ഫുഡ് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുക. ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടു. അല്ല ജീവേട്ടൻ എന്താ വീട്ടിലേക്ക് ആഹാരം കഴിക്കാൻ വരാത്തെന്ന് ചോദിക്കുക. അത് പിന്നെ ഒരു ദിവസം വരാം. ചായയും കാപ്പിയൊക്കെ കഴിച്ചല്ലോ വന്നിട്ട്. അത് കുഴപ്പമില്ല, അത് മതിയെന്ന് പറയാണ്. ഇനി പിന്നെ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വെറുതെ ഒരു വീട്ടിൽ പോയി അങ്ങനെ ഫുഡൊന്നും കഴിക്കരുതെന്ന്. അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ? അതേനേ, എനിക്ക് അമ്മേനെ കാണാൻ കൊതിയാന്ന് പറയണ. അധികം വൈകാതെ അമ്മ വരും. പക്ഷെ എനിക്കൊരു പേടിയുണ്ട് ജീവേട്ടാന്ന് പറയാ. അതെന്താ? ഇനി അമ്മയ്ക്ക് എന്നെ കണ്ടുമ്പോൾ ഇഷ്ടപ്പെടാതെ വരുമോ? എനിക്ക് സംസാരിക്കാൻ പറ്റില്ലെന്ന് അറിഞ്ഞാല്? ഓ അതാണോ? അതൊന്നും അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല. അമ്മയ്ക്ക് ഒരു മരുമോളെ കിട്ടിയാൽ മതി. അതിനപ്പുറത്തേക്ക് അമ്മയ്ക്കൊന്നും ഇല്ലാന്ന് പറയണ. അതുകൊണ്ട് മോള് ധൈര്യമായിട്ടിരിക്കുക, പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറയണ. ഇത് കേട്ടതും ഭയങ്കര സന്തോഷം അഭിനയിക്കുകയാണ് വന്ദന അവിടെ ഇരുന്നിട്ട്. ഈ സമയത്താണ് മനോഹർ ആ കാഴ്ച കാണുന്നത്. അവിടെ ഒരു കാറ് വന്നിരുന്നു. ആ കാറിനകത്തുനിന്ന് കല്യാണിയും ജുബാനയും നിധൻ നിഷ എല്ലാവരും കൂടെ അങ്ങോട്ട് ഇറങ്ങി വരുവാണ്. അങ്ങനെ അവരകത്തേക്ക് കയറി വരുന്ന സമയത്ത് കല്യാണി പറഞ്ഞു, ഇപ്പൊ കണ്ടു അവൻ കിടന്ന് നെട്ടോട്ട് ഓടുന്നേ. അവൻ മിക്കവാറും ഈ ഓട്ടോ ഓടുന്നേ ഇവിടെ എങ്ങും കാണാൻ വഴിയില്ല. അവൻ പോയ വഴിക്ക് പുല്ല് പോലും കിളുക്കില്ല എന്ന് പറയണ. അത് ശരിയാ, നമ്മളെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ തീർന്നു പറയണ. അങ്ങനെ അവരകത്തേക്ക് കയറി വരുമ്പോഴത്തേനും മനോഹർ സന്തോഷത്തോടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് മനോഹർ ആ കാഴ്ച കാണുന്നേ. അവര് വരുന്നേ. പെട്ടെന്ന് മനോഹറിനോട് ഇരിക്കണോ ഓടണോ എന്ന് പറ്റാത്ത ഒരു അവസ്ഥയായിപ്പോയി. പെട്ടെന്ന് തന്നെ പേഴ്സിനകത്തുനിന്ന് പണം എടുത്തിട്ട് ബില്ല് വെക്കുന്ന ആ ഇതിനകത്തേക്ക് വെച്ചു. കാരണത്തേക്ക് വെച്ചിട്ട് മനോഹർ അതെ ഞാൻ പോയി വാഷ് ചെയ്തിട്ട് വരാം, മോള് കഴിക്കാൻ പറയണ. അല്ല ഇത് കഴിച്ചില്ല മുഴുവൻ, അതൊന്നും കുഴപ്പമില്ല, മോള് കഴിക്കുക എന്നും പറഞ്ഞിട്ട് ഒറ്റ ഓട്ടോ ഓടന്ന് ഓടുവാണ്. ഈ സമയം ശരിക്കും വരുണ് ചിരി വന്നു. ചിരി അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും കല്യാണി അവരെല്ലാം കൂടെ വന്നു. ആ സമയം കല്യാണി പറഞ്ഞു, ഇനി അവനെ നോക്കണ്ട, അവൻ പോയ വഴിക്കിന് പുല്ലുപോലും കിടക്കില്ല, അതുപോലത്തെ ഓട്ടോ ഓടിക്കുന്നു പറയണ. മനോഹർ നേരെ വാഷ്റൂമിന്റെ ആ സൈഡിലേക്ക് പോവാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഡോറുണ്ടായിരുന്നു. ഡോറ് തുറക്കാൻ നോക്കിയിട്ട് തുറക്കാൻ പറ്റുന്നില്ല. ദൈവമേ പെട്ടുള്ള ഭഗവാനെ, ഇനി എന്ത് ചെയ്യുന്നു നോക്കിക്കുക. അപ്പോഴേക്കും അയാളുടെ റൂം ബോയ് അങ്ങോട്ടേക്ക് വന്നു. എന്താ സാർ എന്താ എവിടെയെന്ന് ചോദിക്കുക. ഈ ലോക്കാണല്ലോ, തുറക്കില്ലെന്ന് ചോദിക്കും. തുറക്കില്ല, എനിക്ക് പോകണമെന്ന് പറഞ്ഞാൽ പുറത്ത്. സാറ് ഫ്രണ്ട് വഴി ഉണ്ടല്ലോ, പിന്നെ ഇതിനെ ഇതിലൂടെ പോന്നേ, എനിക്ക് ഇതിലൂടെ പോയാൽ മതി എന്ന് പറയണം. സാർ ഇത് ലോക്കാ, തന്നോട് തുറക്കാനല്ലേ പറഞ്ഞെന്നൊക്കെ പറയാം. അവസാനം അവൻ തുറന്നു കൊടുന്നീപ്പം ജീവനും കൊണ്ട് പുറത്തിറങ്ങുവാണ് മനോഹർ. രക്ഷപ്പെട്ടു. ഓടിപ്പോയി കാറിനകത്തേക്ക് കയറുവാണ്. പിന്നീട് വരുണിന്റെ നമ്പറിലേക്ക് വിളിക്കുകയാണ്. മോളു ഞാൻ പുറത്തെത്തിയിട്ടോന്ന് പറഞ്ഞ. പുറത്തോ? അതെന്താ എന്ന് ചോദിച്ചു കഴിയുമ്പോഴത്തേനും പറയാം, അതെ അവിടുത്തെ വാഷ്റൂം കേടായിരുന്നു, പിന്നെ അതുകൊണ്ട് ഞാൻ പുറത്തേക്ക് ആ വഴി ഇങ്ങോട്ട് പോകുന്നെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വരുണിന്റെ കാര്യമൊക്കെ മനസ്സിലായി, എസ്കേപ്പ് ആയെന്നുള്ള കാര്യം. പിന്നീട് കല്യാണിയുടെ ഇടയ്ക്ക് കാര്യം പറയണേ. കല്യാണി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാൻ, അവനെ നന്നായിട്ട് ഇങ്ങോട്ട് വട്ടം കറിക്കോ. ഇനി പോകുന്ന വഴിക്ക് വല്ല ടെക്സ്റ്റൈൽ ഷോപ്പ് ഉണ്ടെങ്കിൽ അവിടെയും കയറിക്കോ. നല്ല പർച്ചേസിങ് ഒക്കെ നടത്തി കുറെ പണവും കൂടി ചെലവാക്കാൻ പറയണം. അത് ശരിയാ, നല്ല കാര്യമാണെന്ന് പറയണം. അതെ ഞാനിനി ചെല്ലട്ടെ, അല്ലെങ്കിൽ അവന് സംശയം എന്തിനാന്ന് തോന്നുന്നു പറഞ്ഞിട്ട് വരുന്ന അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് ചെല്ലുവാണ്. അങ്ങനെ കാറിൽ കയറി കഴിഞ്ഞപ്പോഴത്തേനും വരും ചോദിച്ചു, അല്ല എന്ത് പറ്റി പെട്ടെന്ന് ഓടിപ്പോന്നെ? അതോ
ഒരു 3-4 പെൺകുട്ടികൾ അങ്ങോട്ടേക്ക് വന്നില്ലായിരുന്നോ? അതിലൊരുത്തിയുണ്ട് കല്യാണി. അവള് മഹാശല്യക്കാരിയാന്ന് പറയണ. ശല്യക്കാരിയോ? അതേന്നേ. മുമ്പുണ്ടല്ലോ അവൾക്ക് സംസാരിക്കാൻ പറ്റില്ലായിരുന്നു. ആ സമയത്ത് എനിക്ക് അവളോട് സിമ്പതിയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. അവള് പ്രണയം വന്ന് തെറ്റിദ്ധരിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് ഭയങ്കര ശല്യമേ. പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പിന്നീട് അവളുടെ കല്യാണം കഴിഞ്ഞാലും അവൾ എന്റെ പുറകെ നടന്നെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുക. അതാ ഞാൻ രക്ഷപ്പെട്ടേന്ന് പറയണേ. ഇത് കേട്ട് ഞാൻ വരുണിന് ചിരി അടക്കാൻ പറ്റിയില്ല. വരുൺ ചിരി അടക്കാൻ പാടുവിട്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.